ഓഹരി വിപണിയിലെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങളെ ഗ്രാഫിക്കലായി വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രചാരമുള്ള രീതിയാണ് കാൻഡിൽസ്റ്റിക് പാറ്റേണുകൾ. ഒരു നിശ്ചിത സമയപരിധിയിലെ ഓഹരിയുടെ ഓപ്പണിംഗ്, ക്ലോസിംഗ് വിലകളെയാണ് കാൻഡിൽസ്റ്റിക്കിന്റെ പ്രധാന ഭാഗമായ ബോഡി സൂചിപ്പിക്കുന്നത്. കാൻഡിൽസ്റ്റിക് ട്രേഡിംഗിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഒരു നിശ്ചിത സമയത്ത് ഓഹരി വിലയിൽ വന്ന മാറ്റങ്ങൾ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ ഇത് വ്യാപാരികളെ സഹായിക്കുന്നു. കൂടാതെ ബോഡിയുടെ നിറം നോക്കി വില കൂടുകയാണോ കുറയുകയാണോ എന്ന് തിരിച്ചറിയാം. ഉദാഹരണത്തിന്, ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ കാണിക്കുന്ന ഒരു മാസത്തെ ചാർട്ടിൽ തുടർച്ചയായ ചുവന്ന ക്യാൻഡിലുകൾ കാണുന്നുണ്ടെങ്കിൽ ആ ഓഹരിയുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. ബോഡിക്ക് മുകളിലും താഴെയുമായുള്ള വരകളെ വിക്സ് അല്ലെങ്കിൽ ഷാഡോസ് എന്ന് വിളിക്കുന്നു. ഇവ ആ സമയപരിധിയിൽ ഓഹരി വില പോയിട്ടുള്ള ഏറ്റവും ഉയർന്ന നിലയെയും താഴ്ന്ന നിലയെയും പ്രതിനിധീകരിക്കുന്നു. ഇതിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഒരു ചുവന്ന ക്യാൻഡിലിന്റെ മുകളിലെ വിക്ക് ചെറുതാണെങ്കിൽ ആ ഓഹരി അന്ന് അതിന്റെ ഉയർന്ന വിലയ്ക്ക് അടുത്താണ് വ്യാപാരം ആരംഭിച്ചതെന്ന് കരുതാം. നേരെ മറിച്ച് ഒരു പച്ച ക്യാൻഡിലിന്റെ മുകളിൽ വിക്ക് ചെറുതാണെങ്കിൽ ആ ഓഹരി അന്ന് അതിന്റെ ഉയർന്ന വിലയ്ക്ക് അടുത്താണ് വ്യാപാരം അവസാനിപ്പിച്ചതെന്ന് അർത്ഥമാക്കാം. ചുരുക്കത്തിൽ ഒരു ഓഹരിയുടെ ഉയർന്ന വില, താഴ്ന്ന വില, ഓപ്പണിംഗ് വില, ക്ലോസിംഗ് വില എന്നിവ തമ്മിലുള്ള ബന്ധമാണ് കാൻഡിൽസ്റ്റിക് ഗ്രാഫ് വെളിപ്പെടുത്തുന്നത്. ഇതിലെ ബോഡിയും ഷാഡോയും വലുതോ ചെറുതോ ആകാം. അതുപോലെ ബോഡി പച്ചയോ ചുവപ്പോ ആകാം. ഇവയുടെ വിവിധ കോമ്പിനേഷനുകൾ വിപണിക്ക് ആ ഓഹരിയോടുള്ള സമീപനം എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നു. വിശകലനത്തിന്റെ സൗകര്യത്തിനായി ഈ പാറ്റേണുകളെ പ്രധാനമായും രണ്ടായി തിരിക്കാം. മാർക്കറ്റിൽ പ്രൈസ് റിവേഴ്സൽ ഉണ്ടാകാനോ അല്ലെങ്കിൽ വില മുകളിലോട്ട് പോകാനോ ഉള്ള സാധ്യതയെ സൂചിപ്പിക്കുന്ന ബുള്ളിഷ് പാറ്റേണുകളും വില കുറയാനുള്ള സാധ്യതയെ പ്രതിനിധീകരിക്കുന്ന ബെയറിഷ് പാറ്റേണുകളും. ടെക്നിക്കൽ അനാലിസിസിൽ ഈ രണ്ട് പാറ്റേണുകളും ഒരുപോലെ പ്രസക്തമാണ്. കാരണം വിപണിയുടെ അടുത്ത നീക്കം എങ്ങോട്ടാണെന്ന് ശാസ്ത്രീയമായി വിലയിരുത്താൻ ട്രേഡേഴ്സിനെ ഇത് പ്രാപ്തരാക്കുന്നു. ഇതിൽ ട്രേഡർമാർക്കും നിക്ഷേപകർക്കും ഇടയിൽ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് ബുള്ളിഷ് എൻഗൾഫിംഗ്. നിലവിലുള്ള ഒരു താഴ്ന്ന ട്രെൻഡ് അവസാനിക്കാനും വില ഉയരാനും സാധ്യതയുണ്ടെന്ന് കാണിക്കുന്ന രണ്ട് കാൻഡിൽ സ്റ്റിക്കുകൾ ചേർന്നുള്ള ഒരു റിവേഴ്സൽ ഫോർമേഷൻ ആണിത്. ഒരു ചെറിയ ബെയറിഷ് ക്യാൻഡിലിന് പിന്നാലെ അതിന്റെ ബോഡിയെ പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിൽ വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ രൂപപ്പെടുമ്പോഴാണ് ഈ പാറ്റേൺ ഉണ്ടാകുന്നത്. വിപണിയിലെ വിൽപ്പനാ സമ്മർദ്ദത്തെ മറികടന്ന് ബയേഴ്സ് ആധിപത്യം ഉറപ്പിക്കുന്ന മനോഭാവമാണ് ഇത് വ്യക്തമാക്കുന്നത്. സാധാരണയായി ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തിൽ കാണപ്പെടുന്ന ഈ പാറ്റേൺ വിലയിൽ ഉണ്ടാകാൻ പോകുന്ന പോസിറ്റീവ് മൊമെന്റവും റിവേഴ്സലും തിരിച്ചറിയാൻ ട്രേഡേഴ്സിനെ ഏറെ സഹായിക്കുന്നു. രണ്ട് ട്രേഡിംഗ് സെഷനുകളിലായാണ് ഇത് രൂപപ്പെടുക. ആദ്യ ദിവസം വിപണിയിൽ വിൽപ്പനാ സമ്മർദ്ദം നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചുവന്ന ക്യാൻഡിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ രണ്ടാം ദിവസം മുൻ ദിവസത്തെ ക്ലോസിംഗ് വിലയേക്കാൾ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും വ്യാപാരം അവസാനിപ്പിക്കുമ്പോഴേക്കും വലിയൊരു മുന്നേറ്റം നടത്തി മുൻപത്തെ ചുവന്ന ക്യാൻഡിലിന്റെ ബോഡിയെ പൂർണ്ണമായും വിഴുങ്ങുന്ന അല്ലെങ്കിൽ എൻഗൾഫിംഗ് ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ പച്ച ക്യാൻഡിൽ രൂപപ്പെടുന്നു. ചുവന്ന ക്യാൻഡിലിനെ അപേക്ഷിച്ച് പച്ച ക്യാൻഡിൽ എത്രത്തോളം വലുതാണോ അത്രത്തോളം ശക്തമായിരിക്കും ബുള്ളിഷ് സിഗ്നൽ. ഓഹരി ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സപ്പോർട്ട് ലെവലുകൾക്ക് അടുത്തായിരിക്കുമ്പോഴോ ആണ് ഈ പാറ്റേൺ രൂപപ്പെടുന്നതെങ്കിൽ ഇതിന് പ്രാധാന്യമേറുന്നു. വിൽപ്പനക്കാരുടെ ശക്തി കുറയുകയും വാങ്ങുന്നവർ വിപണിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതിന്റെ സൂചനയാണിത്. ഉയർന്ന ട്രേഡിംഗ് വോളിയം, ഓവർസോൾഡ് കണ്ടീഷൻസ് തുടങ്ങിയ മറ്റ് സൂചകങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേരുമ്പോൾ ഓഹരിയിൽ വലിയൊരു വിലക്കയറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയെ ഇത് സ്ഥിരീകരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ഓഹരി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ഒന്നാം ദിവസം വിൽപ്പനക്കാരുടെ ആധിപത്യം മൂലം വില താഴോട്ടു പോയി ഒരു ബെയറിഷ് ക്യാൻഡിൽ രൂപപ്പെടുന്നു. എന്നാൽ രണ്ടാം ദിവസം ഓഹരി ആദ്യ ദിവസത്തെ ക്ലോസിംഗിനേക്കാൾ താഴ്ന്ന നിലയിൽ വ്യാപാരം ആരംഭിച്ചിട്ടും ബുള്ളുകൾ ശക്തമായി തിരിച്ചു വരികയും വിലയെ കുത്തനെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി രണ്ടാം ദിവസത്തെ വലിയ പച്ച ക്യാൻഡിൽ ആദ്യ ദിവസത്തെ ചുവന്ന ക്യാൻഡിലിനെ പൂർണ്ണമായും മറികടക്കുന്ന അഥവാ എൻഗൾഫ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഓഹരിയുടെ നിയന്ത്രണം വിൽപ്പനക്കാരിൽ നിന്നും വാങ്ങുന്നവരിലേക്ക് പൂർണ്ണമായും കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും ഓഹരി വിലയിൽ ഇനി ഒരു കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാമെന്നും ഈ സാഹചര്യം വ്യക്തമാക്കുന്നു. ഒരു ഡൗൺ ട്രെൻഡിന്റെ അന്ത്യത്തെയും ബുള്ളിഷ് ട്രെൻഡിന്റെ തുടക്കത്തെയും ഇത് പലപ്പോഴും അടയാളപ്പെടുത്തുന്നു. അതിനാൽ ശരിയായ സമയത്ത് ഓഹരികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യാപാരികൾക്ക് ഈ പാറ്റേൺ വളരെ സഹായകരമാണ്. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം? ആദ്യം ഓർക്കേണ്ട കാര്യം, ഒരു ചാർട്ടിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ കണ്ടതുകൊണ്ട് മാത്രം
ട്രേഡ് എടുക്കുന്നത് ഉചിതമല്ല എന്നതാണ്. മറിച്ച് മറ്റു ചില സൂചനകൾ കൂടി വിശകലനം ചെയ്ത് കൺഫർമേഷൻ സിഗ്നൽസ് കിട്ടിയിട്ട് വേണം ബൈയിങ് തീരുമാനമെടുക്കാൻ. പ്രധാനമായും പാറ്റേൺ രൂപപ്പെടുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ ചുരുങ്ങിയത് 4 ചുവന്ന ക്യാൻഡിലുകളെങ്കിലും ഉണ്ടായിരിക്കണം. ഇത് ഒരു ശക്തമായ ഡൗൺ ട്രെൻഡ് നിലവിലുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അതുപോലെ പാറ്റേൺ രൂപപ്പെട്ടതിന് ശേഷമുള്ള അടുത്ത സെഷനിലും ഒരു പച്ച ക്യാൻഡിൽ വരുന്നത് ട്രെൻഡ് റിവേഴ്സൽ ഉറപ്പിക്കാൻ ആവശ്യമാണ്. കൂടാതെ രണ്ടാമത്തെ ദിവസത്തെ മുന്നേറ്റത്തിനൊപ്പം ട്രേഡിംഗ് വോളിയം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്നവരുടെ താല്പര്യം കൂടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഈ പാറ്റേണിന് ചില പരിമിതികളുണ്ട്. വിപണിയിൽ വ്യക്തമായ ദിശയില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ അസ്ഥിരമായ ഡൗൺ ട്രെൻഡിനിടയിലോ ഈ പാറ്റേൺ രൂപപ്പെട്ടാൽ അത് വലിയ ബലം നൽകിയില്ലെന്ന് വരില്ല. മറ്റൊരു പ്രധാന പ്രശ്നം, രണ്ടാമത്തെ പച്ച ക്യാൻഡിൽ അമിതമായി വലുതാണെങ്കിൽ ഓഹരി വില ഇതിനോടകം തന്നെ ഒരുപാട് ഉയർന്നിട്ടുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ സ്റ്റോപ്പ് ലോസ് വളരെ താഴെ വെക്കേണ്ടി വരുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ തകരാറിലാക്കാൻ ഇടയാക്കും. ചുരുക്കത്തിൽ വോളിയം മാറ്റങ്ങളും റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ടുകളും കൂടി പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്നത് ട്രേഡിംഗിലെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും.